ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ പ്ലാന്റുകളൊക്കെ ലോഡ് എത്തിക്കണം. അത് ജസ്റ്റ് ഇന്നലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല, ഇറക്കണ തിരക്കിൽ. പലരും ചോദിച്ചത് എന്തൊക്കെയാണ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഗാർഡനിലേക്ക് വലിയ വണ്ടി പോകാൻ പറ്റാത്ത കാരണം നമ്മളെ വീട്ടിൻ്റെ പുറത്തിട്ടിട്ടാണ് ഇത് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ടാർപ്പായൊക്കെ ഷീറ്റൊക്കെ അയച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പണിക്കാർ. 10-15 പണിക്കാരും ബഹളമൊക്കെ ആയിട്ടാണിത് ഇറക്കലും കയറ്റലൊക്കെ. അപ്പോൾ ഓരോ പ്ലാന്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കോസ്റ്റ്ലി മാങ്ങകളാണ്. അത് ഞാൻ താഴെ ഇറക്കി വെച്ചത് കാണിച്ചു തരാം. ഇങ്ങനെ ചെറിയ വണ്ടിയിലേക്ക് മാറ്റി കയറ്റിയിട്ട് വേണം നമ്മളെ ഗാർഡനിലേക്ക് തൈകൾ എത്തിക്കാൻ. റോഡ് സൗകര്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. കാറ്റിമുണ്ട ഹെവി പ്ലാന്റ് ആണ്. കാറ്റിമുണ്ട ഹെവി പ്ലാന്റുകളാണ് ഇതൊക്കെ. നമ്മളെ മിയാസാക്കിയാണ്. വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാതെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഗോൾഡൻ 8ൻ്റെ ചെറിയ തൈകളാണ്. ഗോൾഡൻ 8. അതേപോലെ തന്നെ ഇത് ഒട്ട് ഒരു 10-15 ഐറ്റം മാവുകളുണ്ട് ഇതിൽ. മാങ്ങകൾ മെയിനായിട്ട് മാങ്ങകൾ എന്ന് പറഞ്ഞാൽ ബനാന മാംഗോ, കിങ് ഓഫ് ചക്കപ്പത്ത്, അതേപോലെയുള്ള 10-15 മാങ്ങകൾ, നാംഡോക്ക്, അതേപോലെ തന്നെ ഹൗസ്നിയാര, അങ്ങനെ കുറച്ച് ഒട്ടനവധി മാങ്ങകളുണ്ട്. മോഹിനി, അതൊക്കെ കുറച്ച് വലിയ മാവുകളാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് ഫ്ലവർ ചെയ്ത് വന്ന മാവുകളാണ്. നമ്മളെ കസ്തൂരി, ചക്കാപ്പത്ത്, കിങ് ഓഫ് ചക്കാപ്പത്ത്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇതൊക്കെ തായ് സപ്പോർട്ടൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ ഇവിടെ വന്ന് ലെവലായിട്ട് വേണം. ബനാന മാംഗോൻ്റെ തൈകളുടെ വലിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഇനി ബാഗിലൊക്കെ ഡ്രമ്മിലൊക്കെ മണ്ണിലൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു തലക്കന്ന് ഇങ്ങനെ കവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വൈറ്റ് ഡയമണ്ട് പേരൊക്കെയാണ്, SRK3. അപ്പോൾ അതേപോലെ തന്നെ മിസിൻഖാൻ്റെ ബേറാപ്പിള്, മിസ്സിൻ്റെ ഞാൻ അവിടുന്ന് ഷോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു അതിൻ്റെ തൈകൾ വേണമെന്നുള്ളത്. അപ്പോൾ മിസ്സിൻ്റെ അതേപോലെ ഇതൊക്കെ മാവുകളാണ്. അപ്പോൾ ഓരോന്നോരോന്നും ഇപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അപ്പോൾ ജസ്റ്റ് വന്നൊരു കണ്ടീഷനുകളെ കാണിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇത് ബുഷാക്കി മാറ്റിയെടുക്കണമെന്നുള്ളതാണ്. കാരണം കുറേയൊക്കെ ചട്ടികളൊക്കെ പൊട്ടിയിട്ടും പിടിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജാർവി റെഡിൻ്റെ തൈകൾ, ഇത് ജാർവി റെഡിൻ്റെ ചെറിയ തൈകളാണ്. ചെറിയ തൈകൾ കൊണ്ട് ചെറിയ തൈമ തന്നെ ഇതിൻ്റെ പ്രത്യേകതയാണ്. കണ്ടോ, നിറച്ച് ഫ്ലവറാണ്. പക്ഷേ ഇതിനൊന്നും നമ്മൾ ഫ്രൂട്ടാക്കി മാറ്റരുത്. ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ മുസംബി ഒരു മീഡിയം പ്ലാന്റാണ്. ഇപ്പോൾ ഡോർമസി പീരീഡാണ്. കാരണം ഒക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി ഫ്രൂട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ കാണാൻ വലിയ ലീഫി ഒന്നും ഉണ്ടാവില്ല. കാരണം ഫുള്ള് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയതിൻ്റെ ശേഷമാണ് ഇത് ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫ്ലവർ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ജാർവി റെഡിൻ്റെ വലിയ തൈകളുള്ളത് കാണിച്ചത്. ജാർവി റെഡിൻ്റെ കുറച്ച് വലിയ തൈകളാണ്. അതേപോലെ തന്നെ ഇരിക്കുന്നതൊക്കെ ലെമണാണ്. തായ്ലൻഡിൻ്റെ ലെമണിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. അന്ന് നമ്മൾ കുറച്ച് വലിയ പ്ലാന്റാണ് കൊടുക്കുന്നത്. ഇത് ഏകദേശം പ്ലാന്റിൻ്റെ കടവണ്ണൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. കട്ട് ചെയ്തിട്ട് ബുഷായി വരണേ ഉള്ളൂ. അതിൻ്റെ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മളെ ആഡംബര മാങ്ങകളിൽ പെട്ട ഒരു 10-12 ഐറ്റം മാവുകളുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് 11C, TJC, അതേമാതിരി തന്നെ ലെഡിജൻ, സിൻഡലോങ്, അങ്ങനെ കുറച്ച് വെറൈറ്റികളുണ്ട്. ഒരുപാട് ഹോംസു,
അതേപോലെ തന്നെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോകാം. ഇതിൻ്റെ കവറുകളൊക്കെ ഇങ്ങനെ മാറ്റിങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന തൈകളുടെ ഒരു സൈസാണത്. നമ്മൾ കുറച്ചും കൂടെ വലിയ കവറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. TJC മാംഗോ 11C ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്ന തൈകൾ. ഒരു 10-12 ഐറ്റം തൈകളുണ്ട്. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയ ചട്ടിയിലൊക്കെ വന്ന് ചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ട് ഒക്കെ ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാണ്ട് അവിടെ നിന്ന് വന്ന പൂവുകളും കാര്യങ്ങളൊക്കെയാണൊക്കെ എല്ലാം നശിച്ചു പോയി. ഈ പൂവുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് പുതിയ ഫ്ലവറുകൾ അപ്പം തന്നെ വേറെ വരും. അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതിൽ. ബനാന, ഇതെല്ലാം ബനാന മാംഗോ ആണ്. ഇപ്പോൾ ഒരു ഭാഗം കുറച്ചവിടെ ഇറക്കി വെച്ചതാണ്. ചില ഫ്ലവറുകളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ബനാനൻ്റെ ഫ്ലവറുകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഹെവി പ്ലാന്റുകളാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്ത്. കസ്തൂരി ഒക്കെ എന്നെ അവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു. ഫ്ലവർ എത്രത്തോളം എത്തുമെന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, ഇത് ബാരി 13 എന്ന് പറഞ്ഞൊരു മാവാണ്. ബാരി 13, ബംഗ്ലാദേശിൻ്റെ തന്നെ ബാരി 4, ബാരി 11, ബാരി 12. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ബാരി 13 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കളർഫുൾ മാങ്ങയാണ്. ബാരി 4 ഒക്കെ ഗ്രീനാണ്. ഇത് നമ്മളെ സൂപ്പർ ക്യൂണ്, ക്യൂജായി എന്നൊക്കെ പറയപ്പെടുന്ന മാങ്ങയാണ്. ചക്കാപ്പത്ത്, കിങ് ഓഫ് ചക്കാപ്പത്ത്. ചക്കാപ്പത്തിൻ്റെ ഒരു സൂപ്പർ പ്ലാന്റാണ്. ഫ്ലവറിനൊന്നും വലിയൊരു കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടുണ്ട്. എങ്കിലും ക്ഷീണമുണ്ട്. ഇതൊക്കെ ഇനി കവറൊക്കെ മാറ്റിയിട്ട്. ഇതാണ് നമ്മളെ ചെറിയ തൈകൾ. 11C. ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഒരുപാട് വെറൈറ്റികളുണ്ട്. ജിൻഡലോങ്, അതേപോലെ തന്നെ നമ്മളെ കൗമനി എല്ലാം. അപ്പോൾ ഇതെല്ലാം പൂത്ത തൈകളാണ്. ഇത് കണ്ടിട്ട് ഇനി ആരും മോഹിക്കണ്ട. ഇത് പൂത്ത ചെടികൾക്ക് ഇത്രേ ഉള്ളൂ, കായായ ചെടികൾക്ക് ഇത്രേ ഉള്ളൂ. ഇത് അങ്ങനത്തെ ചെടികളൊന്നുമല്ല. ഇതിൻ്റെ മദർ പ്ലാന്റ് അവിടെ പൂവിട്ടതാണ്. അതിൻ്റെ മദർ പ്ലാന്റ് അവിടെ പൂവിടുമ്പോൾ അതിമെന്നെടുത്ത കമ്പുകൾ ഇവിടെ പൂവിടണതാണ്. അത് കണ്ടിട്ട് നമ്മൾ മോഹിക്കണ്ട. ഗോൾഡൻ നൈറ്റിൻ്റെ സൂപ്പർ പ്ലാന്റുകളാണ്. ഗോൾഡൻ നൈറ്റ് പേരൊക്കെ പിടിച്ചു. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 8-9 തൈ ഗോൾഡൻ നൈറ്റിൻ്റെ തൈകളുള്ളൂ. പിന്നെ ഇതിൻ്റെ ചെറിയ കുറച്ച് തൈകളുണ്ട്. നാംഡോക്കുമായിയാണ്. ഈ ഫ്ലവർ ഒക്കെ പിടിച്ച് കിട്ടാൻ പണിയാണ്. ജാംബൂറ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഞാനിതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ജാംബൂറ, ടോമി ആറ്റ്കിൻ, ഇതൊക്കെ നമ്മളെ ജാർവി റെഡിൻ്റെ തൈകളാണ്. ജാർവി റെഡിൻ്റെ ഇതൊക്കെയാണ് പുതിയ വെറൈറ്റികളിൽ വന്ന മാവുകൾ. ജസ്റ്റ് നിങ്ങളൊന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ലെഡിജനി. അപ്പോൾ പേരുകളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മളവിടെ നിന്ന് ഇങ്ങനെ തെറ്റാതെ ഓരോ ഇലൻ്റെ മേഖലയിൽ എഴുതിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ള ഇപ്രാവശ്യത്തെ തൈകൾ. കാരണം ഒന്നും ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ ബനാന മാംഗോ ആണ്. ഫുള്ള് ഫ്ലവർ ചെയ്ത മാവുകളാട്ടോ. ഒരൊറ്റൊന്നും ഫ്ലവർ ചെയ്യാത്തതില്ല. ബനാന മാംഗോ ഒക്കെ ബനാന മാംഗോൻ്റെയാണ്. അതിന് ഇത് നമ്മളെ സൂപ്പർ ക്യൂണ്, ക്യൂജായി
ഇതൊക്കെ ഒരു മീഡിയം പ്ലാന്റ് ആണ്. ഹെവി പ്ലാന്റ് മുന്നേ കൊണ്ടുവന്ന് ഒക്കെ ഏകദേശമൊക്കെ തീർന്നു. ഇനിയിപ്പോൾ അതൊരു മീഡിയം പ്ലാന്റ് ആണ്, മീഡിയം റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ. അപ്പോൾ നമ്മൾ 10,000 റുപ്യേൻ്റെ ഒക്കെ മറ്റേ പുതിയ മാങ്ങകൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും പറഞ്ഞ് വലിയ തൈകളായപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ കുറച്ച് പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് തൈകൾ, ഈ ചെറിയ തൈകൾ, അതേമാതിരി ഇതൊക്കെ അതേപോലെ തന്നെ നമ്മളെ ജിൻഡർലോങ്, അതേപോലെ കാണാൻ വലിയ വലിപ്പമൊന്നുമില്ല എന്നുള്ളൂ, TJC, അതിൻ്റെയൊക്കെ തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ ഇനി കവർ മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഞാൻ ടയേർഡാണ്. 10 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് മൊത്തത്തിൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അതിലിടയ്ക്ക് കസ്റ്റമറും അവരെ നോക്കലും പിടിക്കലും ഒക്കെ കൂടെ ആയിട്ട്. എന്നാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.